ആക്ച്വലി എനിക്ക് ഈ ഇന്റർവ്യൂ എടുക്കണം എന്ന് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മീനാക്ഷി കൊടുത്ത ഒരു ഇന്റർവ്യൂല് ഭയങ്കര മെച്ചുവേർഡായിട്ട് സംസാരിക്കുന്ന ഒരു മീനാക്ഷിനെ നമ്മൾ കണ്ടു. അത് ഞാൻ ഭയങ്കര മെച്ചുവേർഡായിട്ട് സംസാരിച്ചല്ല. ഞാൻ അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് ഒന്നും എന്റെ വന്നിട്ടില്ല. അപ്പൊ ചിലപ്പം എന്റെ വളരെ കുഞ്ഞിലെയാണല്ലോ മൂവീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോഴത്തെ സംസാരവും ഇപ്പോഴത്തെ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര മെച്ചുവറിറ്റി എത്തുന്നത് അങ്ങനെയൊന്നും ഇല്ല. ഇല്ലില്ല, ശരിക്കും ഒരു ടീനേജിൽ സംസാരിക്കുന്ന ഒരു കുട്ടി സംസാരിക്കുന്നതിലും ഭയങ്കര അടിപൊളിയായിട്ടാണ് മീനാക്ഷി സംസാരിച്ചത്. സന്തോഷം. എങ്ങനെയാണ്, കാരണം ഇപ്പോ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണല്ലോ. അപ്പം മീനാക്ഷി ഈ എഴുതുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും ഒക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ ത്രൂ ആണ്. അപ്പൊ മീനാക്ഷിക്ക് എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുവോ? കാരണം ചെറിയ വായിൽ വലിയ വർത്താനം പറയുവാണല്ലോ എന്നൊക്കെയുള്ള ആരെങ്കിലും പറയുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ഒരു സ്പേസ് ഒന്നും അല്ല സോഷ്യൽ മീഡിയ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വളരെ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പം സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്കൊക്കെ ഭയങ്കര ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം നമുക്കൊരു കാര്യം പുറത്തേക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഓഡിയൻസ് നമുക്കുണ്ട്, അത് കേൾക്കാൻ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിലിപ്പോൾ പേടിക്കാൻ മാത്രമൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ പറയുന്നതിനോട് യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരത് അറിയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. ഇല്ല. ഓക്കെ.